പാലക്കാട് ചിങ്ങൻപാറ ഗ്രാമവാസികളുടെ ശ്രദ്ധയ്ക്ക് അവിടെ സമ്മാനവുമായി നിഖിൽ പ്രമേഷ് എത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, രാജ്യത്തെ ഏറ്റവും മികച്ച 10 ഗ്രാമങ്ങളിലൊന്നാണ് കൊല്ലങ്കോട്. അപ്പൊ കൊല്ലങ്കോട് നിന്ന് തുടങ്ങി ആയിരങ്ങൾ പതിനായിരങ്ങളുടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിഖിലിന്റെ ആ ജൈത്രയാത്ര തുടരുകയാണ്. ആരുടെ വീട്ടിലുമായ ഏരിയയിൽ എത്തിച്ചേരാം. നിഖിൽ പ്രമേഷ്. രാജ്യത്തെ ഏറ്റവും മികച്ച 10 ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട പാലക്കാട് കൊല്ലങ്കോടാണുള്ളത്. ഈ ചെല്ലഞ്ചേട്ടൻ്റെ കട ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കൊല്ലങ്കോട് ഈ മലയാളിയുടെ ഒരു ഗൃഹാതുര ഓർമ്മകളിൽ ഏറ്റവും മനോഹരമായ ഫ്രെയിമാണത്. അപ്പോൾ നമ്മൾ 24ൻ്റെ ഇന്നത്തെ ഈ തിരുവോണ സമ്മാനങ്ങൾ വിവിധ വീടുകളിലേക്ക് സർപ്രൈസായി നമ്മൾ ചെന്ന് അവർക്ക് സമ്മാനം നൽകുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പാലക്കാട്ട് ആദ്യത്തെ ഈ സമ്മാനം നമ്മൾ നൽകുന്നത് ഈ കൊല്ലങ്കോടുള്ള, അതായത് ഏറ്റവും മികച്ച സ്ഥലമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കൊല്ലങ്കോടുള്ളൊരു വീട്ടിലേക്ക് നമ്മൾ സർപ്രൈസായി കടന്നു ചെല്ലുകയാണ്. ആ വീടിന് മുന്നിൽ പൂക്കളമൊക്കെ ഇതിനോടകം തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നേരെ അങ്ങോട്ട് കയറാമെന്ന് കരുതി. അവർക്കൊരു വിവരവും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. ആരാ ഉള്ളത് ഇവിടെ? അമ്മ നമസ്കാരം. 24 ചാനലിൽ നിന്ന് വരികയാണ്. കുട്ടികൾ പൂടുന്നൊക്കെ കണ്ടു നേരത്തെ. ഇതെന്താ നിങ്ങൾ പൂവിൽ വേറെ എന്തെങ്കിലും ഇതെന്താ ഇത് ഒരു കളർ ആഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്തതാ അല്ലേ? അപ്പോൾ അമ്മ ഞങ്ങൾ ഇന്നിവിടെ വന്നത് എന്തിനാണെന്നറിയോ? ഞങ്ങളിപ്പം പല വീടുകളിലും ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് പോയിട്ട് ഒരു ഓണ സമ്മാനം തരാൻ വേണ്ടി വന്നതാ. അപ്പം അമ്മയ്ക്ക് ഒരു ഓണ സമ്മാനം തരട്ടെ ഞാൻ. എവിടെ ഇതാ ക്യൂ സ്പൈസസ് നൽകുന്ന ഒരു ഓണ സമ്മാനം നമ്മൾ പാലക്കാട് ആദ്യമായിട്ട് കൊടുക്കുന്നത് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. ഇനി പല വീടുകളിലേക്ക് ഞങ്ങൾ വരും. പാലക്കാട് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഈ അമ്മയ്ക്കാണ്. അപ്പോൾ സന്തോഷമായില്ലേ? ഞങ്ങൾക്ക് 24ന് ഈ എല്ലാ നാട്ടിലും വീടുകളിലേക്ക് ഞങ്ങളിങ്ങനെ സർപ്രൈസ് ആയിട്ടേ വീടുകളുടെ ഉള്ളിലേക്കൊക്കെ കടന്നു വരികയാണ്. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്, ഇഷ്ടം ഉണ്ടാക്കുന്നുണ്ട്, മസാല ഉണ്ടാക്കുന്നുണ്ട്, ഇഞ്ചിപ്പുളി, പായസം, അടപ്രഥമൻ. ഞങ്ങൾ എത്ര സമയം വെയിറ്റ് ചെയ്താൽ പായസം കുടിക്കാം? പായസം പറഞ്ഞാൽ ഒരു 12 മണിയാകുമ്പോഴേക്കും വെക്കും. പാല് കറന്നു കഴിഞ്ഞു. നമുക്ക് ഒരുപാട് വീടുകളിലേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ നിന്നിട്ട് പായസം കുടിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും പാലക്കാട്ട് നമ്മുടെ ആദ്യ വീട്ടിൽ നമ്മൾ വിതരണം ചെയ്തു. ഇനിയും പല വീടുകളിലേക്ക് ഞങ്ങൾ എത്തും. നിങ്ങളിങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കുക. മാഷ്മി, ഈ പയ്യൻസ് കുഴപ്പക്കാരൊന്നും അല്ലല്ലോ, വീട്ടിനുള്ളിലൊക്കെ കയറി പോയി. അപ്പൊ നമ്മള് വീട്ടിന് പുറത്തു നിന്നാവെന്ന് പറഞ്ഞതാ. ഞാൻ നിഖിലൊരു പാട്ട് പ്രതീക്ഷിച്ചു. നിഖിലിന് പക്ഷേ നിഖിലിപ്പം കേട്ടോണ്ടിരിക്കുകയായിരിക്കും. പാടിച്ചതുമില്ല, പിന്നെ പറയുകയും കൂടെ ചെയ്യുന്നത്. നാറ്റിക്കണമെന്ന് ചോദിക്കും.